കുട്ടിയാർ എന്തോ ഒരാപത്തും കൊണ്ട് വരുന്നുണ്ടല്ലോ. കുട്ടിയാരോട് ഞാൻ പറഞ്ഞിരുന്നു ആപത്ത് കൊണ്ടുവരാനോ? എന്താ ജാനുമ്മേ അത്? അത് കൊച്ചക്കട്ടൽ അറിയില്ലേ? ഒരു പ്ലേറ്റ് വീണ് പൊട്ടിയതാ. പൊട്ടൂലോ, ശങ്കരൻകുട്ടിയാരല്ലേ കാലെടുത്ത് വെച്ചത്, പൊട്ടണല്ലോ. പറഞ്ഞ കുട്ടി എല്ലാരും വരില്ലേ അടുക്കളയിലൊരു സഹായത്തിന്? ഈ കോലത്തേക്കാന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ വേണച്ചാ കൊണ്ടുപോക്കോളൂന്നൊരു പറച്ചിലാ ഇവിടെ അച്ഛൻ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആണോ? എന്തേ നന്നായി. എന്തേ നന്നായില്ലേ? നന്നായിന്നേ. നല്ല ഐശ്വര്യമുള്ള കാല്. കയറി വന്നപ്പോഴേ പൊട്ടിയിലെ അകത്ത് പിഞ്ഞാണോ ഒന്ന്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ കൃഷ്ണ. ഈ കുട്ടിയാരൊരു ശകരപ്പഴാ. അത് നീ കുട്ടി എന്ത് പഴിച്ചു? പഴിച്ചത് കുട്ടിയാരാ. കേറി വന്നോളൂ. എന്താ കുട്ടിയുടെ പേര്? ഗൗരി. അതെ, ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ വിശ്വാസോർമ്മ തമ്പുരാന് വലിയ ഇഷ്ടായിരുന്നു ഗൗരിയുടെ അച്ഛനെ. കേട്ടിരിക്കും അലനല്ലൂർ കുഞ്ഞനാ പൊതുവാൾ തായമ്പകയിൽ അക്കാലത്ത് അതുപോലെ വേറൊരു കൈയില്ലായിരുന്നു എന്നാ. ഒരു ഭാഗം തളർന്ന് കിടപ്പായിട്ട് 5-8 കൊല്ലായി. ചികിത്സയ്ക്ക് സഹായിച്ചു എന്നും പറഞ്ഞ് ഇതിന്റെ മൂത്തകലേക്ക് എത്തിയവൻ ഉള്ള വീടും പറമ്പും ഒക്കെ നിർബന്ധിച്ചങ്ങട് എഴുതി വാങ്ങിച്ചു. എന്നിട്ടിപ്പോ അവന്റെ ഔദാര്യത്തിലാ അച്ഛനും മോളും. മണികണ്ഠൻ ലോറി ഡ്രൈവറാ, പ്ലേച്ചൻ. ഒരനിയത്തിക്കുട്ടിയുള്ള നോട്ടമല്ല ഇതിന്റെ നേരെ. കോലത്താവുമ്പോ എന്റെ കുട്ടിക്ക് 2 നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ, ആ വൃത്തികെട്ടവനെ പേടിക്കുകയും വേണ്ടല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞു പൊതുവാള്. തന്നിഷ്ടം ആയിക്കോട്ടെ, അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിക്കട്ടെ. കൃഷ്ണ, വീട് നിറച്ചൊരു സത്യവട്ടത്തിനുള്ള ആളുണ്ടാവും ഇവിടുന്ന് അങ്ങട്. നീ ഒരുത്തിന് എത്തിച്ചാൽ എത്തുവോ കാര്യങ്ങള്? അതുകൊണ്ട് ഒറ്റക്ക് അങ്ങോട്ട് തീരുമാനിച്ചു. എന്നോടൊരു വാക്ക് ചോദിച്ചോ? കൊണ്ടുവരാൻ പറഞ്ഞു. അത് കേട്ട പതി കേൾക്കാത്ത പതി കെട്ടി എന്നളിക്കാൻ ആ കുട്ടിയായിരുന്നു. എന്നോടൊന്നും പറയണ്ട. നിനക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ കൃഷ്ണ? എനിക്ക് ആരുടെ സഹായവും വേണ്ട. വേണ്ട, എന്റെ കൃഷ്ണൻ ആരുടെയും സഹായം വേണ്ട. ആ കുട്ടിക്കൊരു സഹായം ആവെങ്കിലോ? ദുരിതപ്പാട് അത്ര എന്റെ അവിടെ. നമ്മൾ ഒരു നേരം കളയണ കാടിവെള്ളായാലും കുടിച്ചൊരു മൂലയ്ക്ക് കഴിയാന്ന് ആശിച്ചു വന്നത് ആ കുട്ടി. നിന്നോട് ആലോചിക്കാതെ അമ്മ ഒരു തീരുമാനം എടുത്തു. തെറ്റ്. വേണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞയച്ചേക്ക്. ആ കുട്ടി പോണതല്ല, നീ പിണങ്ങിയിരിക്കണതാ അമ്മയ്ക്ക് വിഷമം. വാ നീക്ക്. ഓന്തോടിയാലേ വേരിക്കലോണെന്ന് പറഞ്ഞതുപോലെയാ പിണങ്ങിയ കൊളക്കടവില്. അത്രേ പോവുള്ളൂ. പണിക്ക് വന്നാണെന്ന വിചാരം എപ്പോഴും ഉണ്ടാവണം. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ കോലോത്ത തമ്പരാട്ടിയാണെന്ന് തോന്നരുത്, മനസ്സിലായോ? എന്നാലൊന്ന് കുളിച്ചിട്ട് അടുക്കളയിലേക്ക് കയറിക്കോളൂ. എങ്ങനെയാ പുലർച്ചെ എഴുന്നേക്കുന്ന പതിവൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയതാണേ. പിന്നെ എന്നെയും ചേച്ചി അച്ഛനൊരു ചിട്ടയില വളർത്തിയത്. നീറ്റ് കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയിട്ടേ സൂര്യൻ ഉദിക്കാമെന്ന് പറയും അച്ഛൻ. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, അല്ലാണ്ട് കഥാപ്രസംഗം വേണ്ട. അല്ല, ഞാൻ വന്നപ്പോ നിന്ന് ആ നിപ്പും ഗമയും ഈ നിറമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലത്ത് തമ്പുരാനാണെന്ന്. നമ്മൾ രണ്ടാളും ഒരു വകുപ്പാണല്ലേ? അമ്മേ, എന്തിനാ ഇത്രയും വലിയ വീട്? ആർക്കാ ഇതൊക്കെ? ആ എന്താ ചാവട്ടെ, ഗൗരിയുടെ പണിയെടുത്താ മതി. ഇവിടെ ഇപ്പൊ എത്ര ആനയുണ്ട്? ഇവിടെ പോരാ ആനയല്ലുള്ളൂ, കാണില്ലേ? ഇവിടെ ഈ ഷെഡി കയറ്റിയതല്ല, പുറത്ത് വല്ലത് ഓടിക്കൊണ്ടിരിക്കണ്ടോന്നാ ചോദിച്ചത്. ഇവനേത് പോങ്ങനാ? പോങ്ങനാ? എന്റെ പേര് രാജപ്പന്നാ. അതിനിപ്പോ എന്താ, പോങ്ങൻ രാജപ്പെന്ന് വിളിക്കാലോ. പോങ്ങപ്പെന്ന് ചുരുക്കിയും വിളിക്കാം. ഹലോ, ഞാൻ കോലത്ത് പാപ്പാൻ ഗോവിന്ദൻ. വന്നു എന്നറിഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടിച്ചു വരികയായിരിക്കും. അല്ലാതെ ചൂലും കൊണ്ട് ആരെങ്കിലും തിരുവാതിര കളിക്കാൻ വരുമോ? കുട്ടിയുടെ ഭരതം എനിക്ക് ലക്ഷ്യ പിടിച്ചിരിക്കണു. എന്താ കുട്ടിയുടെ പേര്? കുട്ടി ആയിട്ടില്ല. ആയിട്ട് പേരിട്ടിട്ട് വിവരം പറയാട്ടോ. ഓ, ഭരതം ഭരതം, പിന്നെ ഭരതം. വാചകടിക്കാനല്ല, മുറ്റടിക്കാൻ എങ്ങനെ പറഞ്ഞേച്ചാ? മുട്ടടിച്ചോളാം. അതിനിപ്പോ ഇത്ര വാചകം അടിക്കണം? എന്താ ഞാൻ ഒന്നും പറഞ്ഞില്ല. അയ്യോ, മുറ്റത്തിന് വേദനയാവണ്ട. ആ ചൂല് മുറ്റത്തൊന്ന് അമർന്നു വെച്ച് മുറ്റത്തിനും ചൂലിനും കേടന്നുണ്ടാവില്ല. ആ കുട്ടിയാരെ കണ്ടൊരു പട്ടുമ്പളയും കൊടുക്കണം. കണ്ടുപിടിച്ചെത്തിച്ചല്ലോ കോലത്തേക്ക്. ഇങ്ങോട്ട് കൊണ്ട ചൂല് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് നീട്ടി അങ്ങോട്ട് അടിക്കുക, മനസ്സിലായോ?
ആ കൃഷ്ണ പരത്തിയടി പരത്തിയടി. ഓന്തക്കിട്ടാ വേണ്ടേ? അതിപ്പോ വേണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെ അടിച്ചാ ചവറ് പോവില്ല. ദാ, എന്നാ പിന്നെ തനിയെ അങ്ങോട്ട് ചെയ്തൂടെ? ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കണം. എന്താ ഞാനൊന്നും പറഞ്ഞില്ല. നിർത്തുമ്പോ എന്തേലും അറിയാവുന്ന ഒന്നിന് നിർത്തിക്കൂടെ? കണ്ടില്ലേ മുറ്റമടിക്കുന്നതിന്റെ ഭംഗി? ഇപ്പോഴത്തെ കുട്ടികളല്ലേ കൃഷ്ണ. പോരാത്തിന് ചൂല് പോലത്തെ ഒരു നാക്കും. ഇങ്ങനല്ലേ കാണിച്ചെന്നാ അതുപോലെ തന്നെ കാണിച്ചോളൂല്ലേ. ഇതിന് വാനര ജന്മം എന്നാ പറയാ. തന്നെ ഞാൻ പിന്നെയും വന്നു. അല്ല ആന ഡ്രൈവറെ, അയാൾക്കൊരു 5 പൈസ കുറവുണ്ടോ? 5 പൈസ കുറവാ, 50 രൂപ കൂടുതലാ. പിന്നെ അയാളായിട്ട് അധികം എടുക്കാനൊന്നും നിൽക്കണ്ട, ആള് ക്ലിയർ അല്ല. അല്ല ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സൈക്കിളിൽ റോന്ത് ചുറ്റലല്ലാണ്ട്. ഇപ്പൊ സുഖചികിത്സ അല്ലേ? ആർക്ക്? എനിക്കും ആനക്കും. കുട്ടിശങ്കര സുഗന്ധനല്ലേ? ഞാനൊരു ന്യൂഷൊക്കെ വിട്ടിട്ടേ. മാറി 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 ഫോട്ടോ ടിക്കറ്റ് ഇട്ടുള്ള കാശൊന്നുമില്ല കുഞ്ഞാ. കത്ത് കിടന്നെന്നാ ഞാൻ തന്നെ അങ്ങനെ ഏർപ്പാടാക്കിക്കോളാം. വടിക്കുന്തോറും മുളയ്ക്കുന്നൊരു മുറികളെ നല്ല കാര്യമുണ്ടോ? എടോ എടോ നായരെ, താനെന്താണോ ഈ പണി തുടങ്ങിയത്? ഏത് പണി? ഓഹോ, ഈ പണിയോ? ഇത് കുഞ്ഞിന്റെ പണിയല്ലേ? ഇളിക്കുന്നോ നായെ? ആരോട് ചോദിച്ചിട്ടാണോ താൻ ഗൗരിയെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്? അലതല്ലൂർ കുഞ്ഞിരാമ പൊതുവാള്, ആ കുട്ടിയുടെ അച്ഛൻ. അല്ലാതെ ആരോടാ ചോദിക്കേണ്ടത്? കുഞ്ഞിരാമ കൊടുവാൾ. കീറത്തുണി പോലൊരു മൂലേ കിടക്കണ ചെണ്ടക്കാരനല്ല ഞാനാ ഉരുമ്പിട്ടൊക്കെ നക്കാൻ കൊടുക്കണേ. എന്നോട് ചോദിച്ചിട്ട് വേണം. മനസ്സിലായോ? മനസ്സിലായോടാ കഴുതേ. വിടയാളെ. കോലോത്ത പണിക്കാരൻ ഇതിലെന്താ കാര്യം? ഇതും കോലത്തെ പണിപ്പെട്ടാണെന്ന് വെച്ചോളൂ. മണികണ്ഠൻ ചെല്ല്. വിടടോ ചെല്ല്. എന്നെ പറഞ്ഞയക്കാൻ നീ ആരടാ? നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരല്ലേ. മണികണ്ഠൻ ആരാണെന്ന് എനിക്കും ഞാൻ ആരാണെന്ന് മണികണ്ഠന് നല്ലോണം അറിയാം. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇവിടെ ഒരു ചിരിയും കളി? നീ ചെല്ല്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ നായെ? ആ വെച്ചതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് പഴക്കട്ടോ. താൻ ചെല്ല്. ചെല്ലടോ. കൊലവിളിക്കാ പിടിച്ചത്. കണ്ടില്ലേ ആ കാട്ടുമൃഗത്തിന്റെ കാൽച്ചോട്ടിലെ ആ കുട്ടി കഴിയേണ്ടത്? ഓ, ഇതിന് പച്ച മലയാളത്തിൽ വയ്യാവേലി എന്ന് പറയും. പറഞ്ഞൂടെ? ധൈര്യമായിട്ട് പറയാം. ഇങ്ങനെ കേട്ട നേരം ശൗനക മഹാമുനി മംഗലനായ സൂതൻ തന്നോട് ചോദ്യം ചെയ്തു. ഏതൊരു കാലത്തിങ്കൽ ആരുടെ നിയോഗത്താൽ ഏതൊരു ദേശത്തു നിന്ന് എന്തൊരു നിമിത്തമായി ബാധരായണൻ മുനി ചമച്ചു. ഇത്തിരി പോന്നപ്പോ ഇരുത്തി പഠിപ്പിച്ചെന്റെ ഗുണ ഇവൻ ചൊല്ലി കേൾക്കണൊക്കെ. തെറ്റിക്കല്ലേ. ഭാഗവതം വായിക്കുന്നതിനിടയിൽ അമ്മയുടെ ഒരു പുന്നാരം പറച്ചില്. ചൊല്ലിക്കോളൂ. ബാധരായണൻ മുനി ചമച്ചു ഭാഗവതം ഏതുമൊന്നിനൊരു കാംക്ഷ. ഈ കുട്ടി പാട്ടും ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. ഇതിപ്പോ ഇത് വായിക്കാൻ സമ്മതിക്കല്ലേ? വേണ്ട, നിർത്തി. പോയിട്ട് അവളുടെ തിരുവാതിരകൾ കാണും. എനിക്ക് വയ്യ. അല്ലെങ്കിലും അവളെ കിട്ടിയതിന് ശേഷം അമ്മയ്ക്ക് അങ്ങോട്ടൊരു ആട്ടുണ്ട്. ഇന്നൊരു വേണ്ടായ്യ. എന്താ നീ പറഞ്ഞത്? നിന്നെ വേണ്ടാതായിന്നോ? ഒന്നുകൂടെ പറയടാ. അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല. 3 വട്ടം. ദേ ഇതപ്പൊ നന്നായത്. ഞാനൊരു നേരം പോക്ക് പറഞ്ഞല്ലേ, അതിനിങ്ങനെ പിഴങ്ങിയാലോ? കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ആ ഫോണൊന്ന് എടുക്കൂ കുട്ടി. ഹലോ ഹലോ, ആരാ? ഞാൻ ഈശ്വരമംഗലം അല്ലേ? ഞാൻ മാളവികയാണ്. മാളവിക ചേച്ചി. ഹലോ മാളു. അതിവിടെ പുതുതായിട്ട് സഹായത്തിന് നിൽക്കണ കുട്ടിയാ, ഗൗരി. ഇന്നലെ നീ എന്താ വിളിക്കാഞ്ഞേ? ഞാൻ ഇവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല അമ്മ. ഇന്നലെ കാൽക്കട്ടയിൽ ഒരു സെമിനാർ. ഞാൻ പറഞ്ഞിരുന്നില്ലേ? തിരിച്ചെത്തിയപ്പോ വൈകി. വിശേഷമൊന്നുമില്ലല്ലോ അവിടെ? ഒരു വിശേഷണ്ട്. ശ്രുതി വിളിച്ചില്ലേ നിന്നെ? വേനലവധിക്ക് എല്ലാരും വരുന്നുത്രേ. നീ എപ്പോഴാ എത്തുക? അയ്യോ, എന്റെ കാര്യം ഉറപ്പില്ല അമ്മേ. ഓരോരോ തിരക്കുകളുണ്ട് ഇവിടെ. മതി മതി, കടലാസിൽ എഴുതുമ്പോ മാത്രം പോരാ. തറവാടും കാവും കുളവും ഓർമ്മയൊന്നും ഇടയ്ക്കൊന്ന് കണ്ടുപോണം. ഞാൻ അത്രേ പറയണുള്ളൂ. ഓ, പെണങ്ങിയോ? ഞാൻ നോക്കട്ടെ അമ്മേ. ശരി മാളു. ശരി, എല്ലാരോടും ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ. വെക്കട്ടെ. ഫോണില് മാളവിക എന്ന് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് മേലാകെ അങ്ങോട്ട് എന്താ പറയാ. ലൈബ്രറിയിൽ നിന്ന് മാളവി ചേച്ചിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ
കണ്ടിട്ടില്ല. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഈ കഥകളൊക്കെ എഴുതുക? ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുക ചെയ്യാ? അതൊന്നും കുട്ടിക്ക് നേരത്തെ ഇല്ല. അവളുടെ കൺവട്ടത്തും ചുറ്റുവട്ടത്തും കണ്ടതും കേട്ടതും അതൊക്കെ തന്നെ കഥയും കവിതയും. അതുകൊണ്ടാണല്ലോ കുടുംബവും കുടുംബകാര്യങ്ങളും ഒക്കെ എഴുതി കൂട്ടിയതും എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചതും. വെറുപ്പോ? ഒന്നും പറയണ്ട, ഒഴിവ് പോലെ ഇരുന്ന് വായിച്ചു നോക്കിക്കോളൂ. എന്റെ ചെമ്പകത്തണലിൽ നിന്നും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. ഇവിടുത്തെ പൂവിനും പുല്ലിനും കാവനും കാറ്റിനും ഋതുക്കൾക്കുമൊക്കെ അവനെ വേണമെന്നറിഞ്ഞിട്ടും പദചലനങ്ങളുടെ പിൻവിളിക്ക് കാതോർത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. എന്റെ കണ്ണനെ തനിച്ചാക്കി ഈ തണൽ വഴികളിൽ നിന്നും ഞാൻ ഒറ്റയ്ക്ക് പോകും. നിനക്കെന്താ നാളെ പരീക്ഷ? പരീക്ഷ കഴിഞ്ഞു, അറിഞ്ഞില്ലേ? കുട്ടികളുടെ ഉത്തരക്കടലാസ് നോക്കുക. എന്ത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ ലൈറ്റ് കിടത്തി കിടന്ന് ഉറങ്ങാൻ നോക്ക. ഏയ്, എന്ത് കോയി? എനിക്കൊരു പേരുണ്ടല്ലോ. ആ പേര് കുറെ വായിച്ചു ഞാൻ. ദാ ഈ പുസ്തകത്തില്. ഒന്നിലല്ല, പലതിലും. എന്റെ കണ്ണനെ തനിച്ചാക്കി ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. കണ്ണൻ എന്ന് പറഞ്ഞ കൃഷ്ണൻ. ഇതിലെ കണ്ണൻ ഈ കൃഷ്ണനല്ലേ? പ്രാന്തെന്ന് പറയുന്നത് മുറിവും ചതവൊന്നും അല്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഇക്കണക്കിന് രാമായണം വായിച്ചിട്ട് ശ്രീരാമൻ ഞാനല്ലേ എന്ന് ചോദിക്കുമല്ലോ നീ. മഹാഭാരതം വായിച്ചാൽ ആ കൃഷ്ണനാണ് ഈ കൃഷ്ണൻ എന്ന് തോന്നുകയും ചെയ്യും. ഭാഗവതത്തിലെ കൃഷ്ണന്റെ കാര്യമല്ല, ഇതിലെ കൃഷ്ണന്റെ കാര്യമോ ചോദിച്ചത്.